ഹലോ! അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മളുടെ ഊട്ടി വ്ലോഗായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഊട്ടിയിലെത്തിയിട്ട് നെക്സ്റ്റ് മോർണിംഗ് ആണ് ഇത്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ മുഴുവൻ കാഴ്ചകൾ, ഊട്ടിയിലത്തെ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മുടെ വീഡിയോയ്ക്ക് അല്ലേ. കുട്ടിമണീസ്, ഇപ്പം സമയം എത്ര അറിയോ? 8 മണി. എങ്ങനെയുണ്ട് ഊട്ടിയിലെ തണുപ്പ്? നൈസ്. നമ്മൾ 40 അറിയുന്നില്ല. അതെ, പക്ഷെ എന്തായാലും നമ്മൾ 40 ഡിഗ്രി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. 19 രാത്രിയിൽ നോക്കിയപ്പോൾ. ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അടിപൊളിയല്ലേ? ഹാപ്പി. രണ്ട് വന്നാകുമ്പോൾ കുട്ടികളുടെ പോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ. നല്ല രസം. ഇവിടെ ചൂടിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ മൈസൂർ ഊട്ടി ട്രിപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് രാത്രിയിൽ നമുക്ക് ഭയങ്കര നല്ല തണുപ്പായിരുന്നു കേട്ടോ രാത്രിയിൽ. പക്ഷേ രാവിലെ കഴിഞ്ഞാൽ പിന്നെ അത്ര തണുപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ചൂടിൽ നിന്ന് അങ്ങോട്ട് പോയ കാരണം കൊണ്ട് നമ്മൾക്ക് അവിടുത്തെ തണുപ്പ് തന്നെ ഭയങ്കര സമാധാനമാണ്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഈ വർഷം അവിടെ ചൂട് കൂടുതലാണ്, തണുപ്പ് കുറവാണെന്നാണ്. പക്ഷെ നമ്മൾ ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഓക്കെയാണ് കേട്ടോ. ആ രാത്രിയിലത്തെ തണുപ്പ് പിടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാൻ രാവിലെ എണീക്കാനൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അമ്മയ്ക്ക് ഒരേ ഒരു കണ്ണേ ഉള്ളൂ പൂക്കളുടെ മുകളിൽ. ഇവിടെ ഈ 4 പൂക്കൾ കണ്ടിട്ടല്ലേ ഇനി നമ്മൾ പോണത് ഇതിനെക്കാട്ടും വലിയ ഇതിരിക്കാം. എന്ത് രസം, അടിപൊളി, സൂപ്പർ സൂപ്പർ. പോരെ. ഇതൊക്കെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ആ കോട്ടേജിൻ്റെ അവിടെ രാവിലെ ജസ്റ്റ് ഇറങ്ങിയ ഉടനെ തന്നെ അവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താണ് കേട്ടോ. കാരണം ഊട്ടിയിൽ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും പ്രത്യേകതയാണല്ലോ. അവിടെ എല്ലായിടത്തും നിറയെ പൂക്കൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പം ഒരുപാട് നടക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. കുറേ നടന്ന് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതിനെ അത് നിൽക്കുന്നുണ്ടോ? പക്ഷെ നമ്മളെ വീട്ടിലുള്ള തന്നെ. പക്ഷെ എന്തോ ഒരു ഭംഗി. ദമ്പു ഈശ്വരാ, എന്താ ഇത്? ഓ മൈ ഗോഡ്, താമര നിൽക്കുന്നുണ്ടോ? മൈ ഗോഡ്, എൻ്റെ മക്കളെ, നിങ്ങളുടെ ബാക്കിൽ പൂക്കള്. നല്ലൊരു ഫോട്ടോ. പോവാ. യെസ്, ഒന്ന് താഴേക്ക് ഇങ്ങോട്ട് പൂവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന്. ഇരുന്നൊരു ഒരു പൂവ്. എന്ത് രസം. പൂക്കളുണ്ടോ? ശരിക്കും അതുപോലെ ആണ്. അതെ, പക്ഷെ അതല്ല മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇതേ. കന്നഡ വെച്ച പ്രതു. ഫോസിലിൻ്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കണം. അല്ല, അതിൻ്റെ ഉള്ളിൽ കല്ല് നിറച്ച് വെച്ചിട്ടുണ്ടാക്കി, കമ്പി വളച്ച്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടല്ലേ? നല്ല രസം. അതെന്താണ്?
ഇപ്പഴേ വയ്യാണ്ടായോ? ആ വെയിലൊക്കെ ഉണ്ട്. രുദ്രാക്ഷത്തിന്റെ മരം. അപ്പൊ അതിന്റെ അമ്മോ എന്താ മരം നോക്കും. അല്ല അത് ഇതാണല്ലേ ചെറുത്. പക്ഷെ മറ്റേ മരം നോക്ക്. പോരും പോരും. അതെ അതാണ് നമ്മൾ വന്ന ഗേറ്റ്. യെസ് നടക്ക്. ഏത് കുട്ടി ഇറങ്ങി പോവാ അങ്ങോട്ടൊക്കെ. നമ്മൾ ഞങ്ങളിങ്ങനെ ബൊട്ടാണിക്കൽ അടിപൊളിയാവും. മരങ്ങള് എടുക്കാം. ഞങ്ങളിങ്ങനെ മരങ്ങളൊക്കെ കണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടെ നടക്കുക. അടിപൊളിയാ. ബൊട്ടാണിക്കൽ ഗാർഡൻ 1948. 18 ആണല്ലേ? ആ യെസ്. അപ്പം ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ മക്കളെ. ആകാശത്തിൻ്റെ ഭംഗി മൊത്തത്തിൽ എന്തോ രസമാണ്. നിങ്ങൾ രണ്ടാളൊന്ന് അങ്ങനെ പോയി ഓടിയ പോയി. ഓ നിങ്ങൾ വേറെ എവിടെയോ ഉള്ള പോലെ ഉണ്ട്. അങ്ങനല്ല, ഇവിടുത്തെ ആകാശം ഭയങ്കര നീല കളർ കേട്ടോ. അമ്പോ അതിന്റെ ഇടയില ചെറിയ ചെറിയ മഞ്ഞ കളർ ഞാനും എൻ്റെ കുട്ടികളും തളർന്നു. ഞാൻ തളർന്നിട്ടില്ല, പ്രതുക്കുട്ടിക്കാണ് വയ്യാണ്ടായി അല്ലേ? അമ്മമ്മയും അച്ഛനും എന്താ പറയാ ചെടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നിരുന്നു. ദൊഡ്ഡപ്പെട്ട മുതുമലൈ പൈക്കാരൻ ഫുൾ തിരക്കായി. ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സല്ലേ ഇത്? ഓ എന്ത് ഭംഗിയുണ്ടായിരുന്നു. ആ ഇങ്ങനത്തെ ഉണ്ട്, റെഡും പച്ചയും. ആ എന്നെ ഇവിടെ അല്ല നമ്മള് മണാലി തന്നെ. മണാലി ഇത് കൂടെ കയറി കൂടെ നമ്മൾക്ക് ഫുഡ് കഴിക്കണം. എന്തിനാ? ഇനി നമ്മൾ എങ്ങോട്ടാണ്? ഇനി നമ്മൾ ഊട്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇനി എങ്ങോട്ടാണെന്ന്. ലേക്കാണോ അറിയില്ല. അതിന് ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാവില്ല ചിലപ്പോ. ഊട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ, നല്ല ചൂടുണ്ട്. നല്ല ചൂടാണ് എന്ന് വെച്ചാൽ സുഖമുള്ള ചൂടാണ്. നല്ല വെയിലുണ്ട്, അതാണ് വെയില്. പക്ഷെ എന്നാലും തണുപ്പുണ്ട്. അങ്ങനെ ഓ എന്ത് രസമായി. ഇനി എങ്ങടാ? റോസ് ഗാർഡൻ. അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കുക. എല്ലായിടത്തും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് അതാണ്. എന്തൊക്കെയാ അത്? അമ്പോ അതൊക്കെ
ഇതെന്താ? ഓ അത് തലയിൽ കൂടെ ഇടുന്ന വേണോ? എന്നാ എടുത്ത് നോക്കി, ഏതാ വേണ്ട നോക്ക്. അത് വേറെ രൂപ ഇനിയിപ്പോ. ഓക്കെ ഇവിടെ മാങ്ങ കഴിച്ചടക്ക മാങ്ങ. ഓ ഇവിടെ ഇവിടെ അതിന് കുറച്ച് പുള്ളിയുള്ളതുണ്ട്. ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. മിസ്സിംഗ് പപ്പ 2-3 മേടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ 30. ഓക്കെ അമ്പോ ഇവിടെ കഴിക്കാനുള്ള സാധനം. പാനിപൂരി കഴിക്കണം തിരിച്ചു വരുമ്പോ. ഇപ്പൊ മേടിച്ചിട്ട് പോണോ? പാനിപൂരി പാനിപൂരി ആണോ? മാങ്ങയാണോ? റാഡിഷ് വേണോ? നിനക്ക് വേണോ പാറു? കാണാൻ മാത്രം ഇഷ്ടമുള്ളൂ. മാങ്ങ കഴിക്കണോക്ക്. ഗുണാക്കേവ് എല്ലാം ഇതൊക്കെ തന്നെ. നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. വ്യൂ പോയിന്റിലേക്ക്. ഓ മൈ ഗോഡ്. ഫോട്ടോ എടുക്കാം. അമ്മാച്ചനെ അമ്മമ്മയ്ക്ക് കൈ കൊടുക്ക. ഇനി നമ്മൾ തിരിച്ചു തരാം. ഒന്നാടെ അവർക്ക് കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് മൃദുവിനെ പിടിച്ചോണ്ട് പോകത്രേ. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി പോയിട്ടുള്ളത് അവിടെയുള്ള സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വ്യൂ പോയിന്റ് നല്ല വ്യൂ ആണ് അവിടെ പോയി നിന്നിട്ട് കാണാൻ കേട്ടോ. മൂന്നാറിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടേക്കും ഇതുപോലെ ഉണ്ട്. പക്ഷേ താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറി വരാറുള്ളത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പം മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ ഹാർട്ടിനൊക്കെ സുഖമില്ലാത്തവർ അങ്ങനെയൊന്നും ആരും ഇറങ്ങരുത് എന്നുള്ളത്. കാരണം അത്രയും പോയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നമ്മളെല്ലാവരും അതെ കേട്ടോ. അവിടെ പോയിട്ട് തിരിച്ച് കയറുമ്പോഴേക്കും നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ആ ഒരു വ്യൂ അത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത്. പക്ഷെ അതെന്താ വെച്ചാൽ അത് ഒരു 1.5 വ്യൂ ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിലിങ്ങനെ വലിയ വലിയ മലകളുടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ താഴെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ആ ഊട്ടിയുടെ ഭംഗി നല്ല രസമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തായാലും അവിടെ ഇറങ്ങി നമ്മൾ കയറി വന്നു. പിന്നെ അങ്ങോട്ടുള്ള ആ വഴിയാണ് ഇപ്പം നേരത്തെ കാണിച്ചത്. നിറയെ കടകൾ എന്ന് വെച്ചാൽ 2 സൈഡും തുരാ കടകളാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ക്ഷീണമൊന്നും തോന്നില്ല. കണ്ട് കണ്ട് അങ്ങനെ പോവാലോ. നമുക്ക് പഠിക്കാം. നടന്നോളൂ. അത് പിടിക്കുമ്പോൾ കഴിക്കണം. വേണ്ട വേണ്ട കഴിച്ചു.
കഴിഞ്ഞില്ലേടോ നിങ്ങളുടെ എൻ്റെ ഒക്കെ ഇപ്പം കഴിഞ്ഞു. കുട്ടിയല്ലേ പൊട്ടറ്റോ സ്ക്യൂസ് ട്വിസ്റ്റേഴ്സ്. വേഗം തട്ടിക്കൊളി, വേഗാവട്ടെ. അറ്റാക്ക് അന്ന് എല്ലാരും എടുത്തോളൂ. അമ്മ അടുത്തോക്കും. കടിച്ചോ കടിച്ചോ? അടുത്തത് നമ്മൾ പോകുന്നത് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം അതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ചോക്ലേറ്റ് ഫാക്ടറി. 48 kilograms of sugar, 22 kilograms of milk powder and cocoa butter, 30 kilograms. After 24 hours of contact, the chocolate is transferred to a melting tank and then kept at 50 degrees Celsius in liquid form. Dark and white chocolates are kept separate and then molded into shapes and sizes with nuts, flavors to the consumer's choices. ഇത് രസമുള്ളതാണ്. അതിനെ തോന്നിയേ അവിടുന്ന് എല്ലാം ക്ലിയർ ആവും. ഇവിടെ കേൾക്കുന്നില്ല. അവിടെ നിന്നാലും താഴത്ത് നിന്നാലും മതി. ഓ എൻ്റെ അമ്മേ, മൊത്തം ഊട്ടി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മളിട്ടതൊക്കെ ഇപ്പൊ ചായപ്പൊടിയായിട്ട് വരും. അവിടെ ഈ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. മസാല ടീ, ജിഞ്ചർ ടീ, ഗ്രീൻ ടീ, പിന്നെന്താ കാർഡമം ടീ, ലെമൺ ടീ, അങ്ങനെ ഒരുപാട് കുറേ ഉണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ആണെങ്കിലും അതെ, എല്ലാം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറേ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും മറന്നിട്ടില്ല. യൂക്കാലിപ്സിന്റെ എന്തിൻ്റെയൊക്കെ മണം വരുന്നില്ലേ? എത്ര ഇത് അമ്മച്ചേ. അടുത്തോട്ട് നമ്മുടെ റാബിറ്റ് അവിടെ. അവരിടും. അതെ. അപ്പൊ നമ്മളെ കൊണ്ട് ഇടിക്കുമ്പോ എന്തൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നമുക്കൊരു ഇതായി. നമ്മള് ടീയിലൊക്കെ നമ്മുടെ ചായ പിടിക്കുന്ന. ഇനി നമ്മൾ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. ഇത്രയും അധികം വെറൈറ്റീസ് റോസിന്റെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. 3000 വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് അവിടെ കേട്ടത് കേട്ടോ. അതായത് നമ്മൾ എവിടെയും കാണാത്ത ടൈപ്പ് റെയർ ആയിട്ടുള്ളത് ഗ്രീൻ റോസ്, ബ്ലാക്ക് റോസ്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിങ്ങനെ പല തരത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. 10 ഏക്കർ എങ്ങാണ്ടുണ്ട് ഈ
ഒരു റോസ് ഗാർഡൻ. അപ്പം നമുക്ക് നടന്ന് കാണണം ഒരുപാട് 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 റോസ്. പല പല ഷേപ്പിൽ ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ നിറയെ നല്ല രസമുള്ള എന്നുവെച്ചാൽ പല ടൈപ്പ് എല്ലാറ്റിനും പേരൊക്കെ ഉണ്ട് കേട്ടോ റോസിൻ്റെ. പല പല ടൈപ്പ് റോസുകൾ ലൈഫിൽ ആദ്യമായിട്ടോ നമ്മൾ ഇത്രയൊക്കെ കാണുന്നത്. പക്ഷെ നല്ല വെയിലുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. യെസ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വല്ലവരും ചെയ്യാറില്ലേ? ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ആണോ? നമുക്കെല്ലാം ഒന്നെ ആയിട്ടാണ് തോന്നുന്നു. പക്ഷെ ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്പോ ഇത് രസം, അടിപൊളി. ഇത് ഭംഗിയാ. അങ്ങനെ കരിയാൻ പാടും. ഇതന്നെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ. വലിയ പൂക്കള് എന്തോ രസാണ്. കുട്ടിയേക്ക് വയ്യ. ഡാൻസ് ഒന്ന് ചെയ്തേ, ഒന്ന് തിരിഞ്ഞേ. ഈ പൂവിന്റെ സത്യം പറഞ്ഞിട്ടല്ലോ നടന്ന് 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 തളർന്നു. ഇനി അതാ പറയണത്, ഒരു ലോകം മുഴുവനുണ്ട്. ഇനി റോസന്നെ 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 റോസന്നെ. ഇനി ഞങ്ങക്ക് വയ്യ, തളർന്നു. ഓ അടിപൊളി. എനിക്കിനി വയ്യ, തളർന്നു. ഒരു ആൾക്കാര് കണ്ടു കഴിഞ്ഞാല് ഇതന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇതന്നെയാണ് ഇവിടെ ഏക്കർ കണക്കില് കിടക്കാണ്. പേര് പഠിച്ചു കഴിഞ്ഞോ? എന്നാ വ്രതനോട് ചോദിച്ചാൽ മതി. അമ്മ എന്താ അവസ്ഥ? അമ്മ ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയില് ആണോ? സാരി പിടിച്ചു വയ്ക്കുക. ഇവിടുന്ന് നമുക്ക് കാണാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ടിട്ടുള്ള റോസൊക്കെ വാങ്ങിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അതിനായിട്ട് വേറെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഗേറ്റ് കിടന്ന് അപ്പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അമ്മയാണെങ്കിലും അതെ കുറേ റോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടാവുമോ എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞു പോയിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് 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 ശരിക്കും തളർന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ അവിടെ നിറയെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അവിടെ കയറിയിട്ട് പറഞ്ഞു കോൾഡ് വാട്ടർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തരാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് അവിടെ നമ്മളൊരു കാര്യം അറിയുന്നത്. ഇതാ ആ കയ്യിലത്തെ ഒരു റെഡ് കളർ ബോട്ടിൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ അത് പ്രത്യേകം വേറെ എടുത്ത് കാണിച്ചിട്ടില്ല. അതാണ് ആ ഒരു ബോട്ടിലിൽ പ്യുവർ ആയിട്ടുള്ള വാട്ടർ, അതാണ് അവർ തരുന്നത്. അതായത് ഊട്ടിയിൽ ഫ്രിഡ്ജ് ഇല്ല എന്നാണ് പറയുന്നത്. അത് വെറുതെ പുറത്ത് വെച്ചാൽ തന്നെ കൂളായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ വെള്ളമാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോസ് ഗാർഡനിൽ നിന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ അതിനെ പറ്റിയിട്ടൊക്കെ കാണാം. ബോട്ടിങ്ങിന് കയറണമെങ്കിൽ 1 hour അല്ല 2 hours വെയിറ്റ് ചെയ്യണമെന്ന്. ഇതാ ഒന്നുമില്ല പ്രത്യേകിച്ച്. ആൾക്കാരൊക്കെ അങ്ങനെ ബോട്ടിങ്ങിലും പോടും. 2 hours നിൽക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ പോവാ. ഇവിടെയൊക്കെ നിറയെ പൂക്കൾ. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നാ പക്ഷേ 2 hours വെയിറ്റ് ചെയ്യണമെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതാണ്. ആ സമയത്ത് ഇത്രയും സമയം ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനില്ല. അത് കണ്ടോ, ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇങ്ങനെ പോയി വരാൻ തന്നെയാണ് സംഭവം. നമ്മൾ ഒരുപാട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക, വേറെ വഴിയില്ല. ഇത്
പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വന്നത് ഊട്ടിയിൽ തന്നെയാണെന്നുള്ളതിന് നമുക്ക് തന്നെ ഒരു തെളിവ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. പക്ഷേ ബോട്ടിങ്ങിന് ഒരുപാട് എല്ലാവരും അതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്ന കാരണം കൊണ്ട് തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 2 hours ഒക്കെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാട്ടോ. എല്ലായിടത്തും നിറയെ ഷോപ്സ് ഉണ്ട്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, നല്ല സ്വെറ്റർ, നല്ല ഭംഗിയില്ല. അങ്ങോട്ടൊക്കെ അവിടെ സെൽഫി എടുക്കാനുള്ള പോയിന്റാ? പൂമ്പാറ്റ ഫോട്ടോ പോയിന്റ് ആണോ അത്? അടിപൊളി. എന്തായാലും നമ്മൾ പോവാ. അവിടെ വേറെ ഒന്നുണ്ട്, ഒരു പക്ഷിയുടെ ഹൊറർ ഹൗസ്. അയ്യോ അയ്യോ, വേണ്ടേ? പ്രതുവിന് പോണ്ടേ? വേണം വേണം വേണം, പ്ലീസ് കം. പോവാ ഹൊറർ ഹൗസ്. എന്ത് വേണ്ട അറിയാം, അമ്മേനെ ഊറി പൂട്ടിയിടണം. അമ്മായിനെക്കാട്ടിലും പേടിയാണ്. പക്ഷേ 70 സിനിമ. ഇവിടെ എന്തായാലും കഴിക്കാൻ വേണോ? നോക്കൂ, 70 ട്രെയിനിൽ കയറാൻ പോവാ. ഇങ്ങോട്ടേക്ക് നമ്മള് മിനി ട്രെയിനിൽ പോവാട്ടാ. മിനി ട്രെയിനിൽ കയറാൻ പോവാ. അവരൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മളതിൽ അങ്ങനെ നമ്മള് ട്രെയിനിൽ കയറി. ട്രെയിനിൽ പോവാൻ പോവാ. ഇങ്ങനെ പോകുമ്പോ അപ്പുറത്ത് ഇങ്ങനെ ബോട്ടിൽ ആൾക്കാർ പോകുന്നു, അത് വെള്ളം കാണുന്നു. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന എന്താട്ടായേ? ഓ സൂപ്പർ. ഇങ്ങനെ കയറി പോവാനുള്ള സാധനം ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്. പിടിച്ചോ? എങ്കിലേ ഞാൻ വീഡിയോ എടുക്കട്ടോ. അടുത്തൊരു അങ്ങനെ പിടിച്ചൊരു ഫോട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു, അപ്പോഴേക്കും കഴിക്കൽ കഴിഞ്ഞു. രാവിലെ ഒന്ന് കഴിച്ചതാണ്. വീണ്ടും ചെടി കണ്ടപ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കള് ചെടി. എന്തൊക്കെ തരം ചെടികളാ? എന്തൊക്കെ തരം ചെടികളല്ലേ? അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് കേട്ടോ. ഹോഴ്സിന്റെ മുകളിൽ പോണോ? ഹോഴ്സ് റൈഡിങ്ങിന് പോണം. വേണ്ട, അതിൽ പോണോ? ടൈമുണ്ടോ അറിയില്ല, നോക്കാം. അമ്പോ എല്ലായിടത്തും ഷോപ്പിംഗ്. അങ്ങനെ നമ്മളുടെ ബോട്ടിങ്ങും ട്രെയിനും ഒക്കെ കഴിഞ്ഞു. അതാണ്, നല്ല വെയിലുണ്ട്, ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. വേണോ? വേണ്ട, അവിടെ ഒന്നും ആരുമില്ല. മീൻസ് വേണ്ട, ഇല്ല. ക്യാരറ്റ് മൊത്തം കഴിച്ചു കഴിഞ്ഞു, പക്ഷെ അതുകൊണ്ട് നമുക്ക് മതിയായില്ല, അത്രയും സ്വീറ്റാണ്. പക്ഷെ ഇപ്പൊ
പിന്നെ അത് കഴിക്കാനും പോയില്ല. അത് കഴിക്കാൻ പിന്നെ പോവില്ല. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ ഇന്ന് കറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തും ഓടി 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 എല്ലായിടത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് എന്താ പറയുക, വീട്ടിലേക്ക് പോകണമെന്ന് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഊട്ടിയിൽ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മളുടെ ഊട്ടി മൈസൂർ ട്രിപ്പിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ പേര്, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുവിധമൊക്കെ എല്ലാവരും ഊട്ടി മൈസൂരൊക്കെ പോയിട്ടുള്ള ആൾക്കാരെന്നായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമൻറ്റിൽ ചോദിച്ചപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്തായാലും നമ്മളുടെ വീഡിയോയിൽ കൂടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് ഊട്ടി മൈസൂർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കമൻറ്റ് ചെയ്യും. ഊട്ടിയിലെ ഫ്ലവർ ഷോ ഒക്കെ വളരെ ഫേമസ് ആണല്ലോ. അതിപ്പോൾ ഇപ്പം ഇങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ പോയി കാണണം എന്നൊക്കെ ശരിക്കും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്ത് പോയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞത് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പോലും പറ്റില്ല, അത്രയും തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വർഷത്തെ ഈ ഒരു പാസ് ഒക്കെ വെക്കുന്ന കാരണം കൊണ്ട് തന്നെ തിരക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു എന്നും നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന്